Since time immemorial, humankind has looked to the stars. The universe was always a source of fascination and of mystery. How was the cosmos born? What else might the universe contain? And where do we come from? Mankind is fascinated by these questions and by the search for answers. It is also fascinated by the idea of traveling to our neighboring planet, the Mars. Mars holds a magical appeal for us humans. Is there life on the red planet? Could we live there? Etc. Welcome to Space Time, featuring Mars exploration. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഇൻട്രഡക്ഷൻ ഒക്കെ കേട്ട് കാണും. അത് തന്നെ കുറച്ച് പേർക്ക് മനസ്സിലായി കാണാൻ നമ്മളിപ്പോൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ പ്ലാനറ്റ്. ദി നെയിം ഈസ് മാർസ്. മാർസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? കുറച്ച് ജനറൽ കാര്യങ്ങൾ. ലൈക്ക് മാർസ് ഇസ് ഓൾസോ കോൾഡ് ആസ് എ റെഡ് പ്ലാനറ്റ്. ഇറ്റ് ഈസ് എ പ്ലാനറ്റ് നിയറർ ടു എർത്ത്. ഇങ്ങനത്തെ ചില ജനറൽ കാര്യങ്ങളല്ലാതെ നമുക്ക് ആർക്കും മാർസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. റൈറ്റ്. മാർസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. Like, was there life existing on Mars? Or is there life currently existing on Mars? അല്ലെങ്കിൽ can we live on Mars? ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് അറിയത്തില്ല, അല്ലേ? So well, this is a place where we'll be discussing and investigating more about Mars. അതൊക്കെ ഞാൻ നിൽക്കട്ടെ, നമുക്ക് നേരെ വിഷയത്തിലോട്ട് കിടക്കാം. അപ്പോൾ മാർസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? Okay, let's start with the discovery of Mars. So simple question, who discovered Mars? നമുക്ക് എല്ലാവർക്കും ഗാലീലിയോ ഗാലീലിനെ അറിയാം, അല്ലേ? സോ ഹി വാസ് എ ഫേമസ് ആസ്ട്രോണമർ. സോ ഗാലീലിയോ ഗാലീലി ഇൻ 1610 has discovered Mars with a primitive telescope that he has made with his own hand. അതായത് 1610 ഗാലീലിയോ ഗാലീലി സ്വന്തം കൈ കൊണ്ട് ഒരു ടെലിസ്കോപ്പ് ഉണ്ടാക്കി സ്പേസ് ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കും he found a small red planet, and ആ പ്ലാനറ്റിനെയാണ് ഗാലീലിയോ ഗാലീലി മാർസ് എന്ന് വിളിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലായി ആരെ ഡിസ്കവർ ചെയ്തു, ഏത് വർഷം ഡിസ്കവർ ചെയ്തു. പക്ഷെ അവിടെ എപ്പോഴും ഒരു ചോദ്യം നിൽക്കുന്നു, എന്തുകൊണ്ടാണ് ഗാലീലിയോ ഗാലീലി മാർസ് എന്ന് പറഞ്ഞ പ്ലാനറ്റിന്റെ പേര് കൊടുത്തത്, വേറെ പേരൊന്നും കൊടുക്കാതെ? അപ്പോ നമുക്ക് ഈ നെയിമിംഗ് ഓഫ് മാർസിന്റെ പുറകിലുള്ള ഒരു കോൺസ്പിറസി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അപ്പോ അത് മനസ്സിലാക്കാൻ വേണ്ടി, മീൻസ് ദ നെയിമിംഗ് ഓഫ് മാർസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഹിസ്റ്ററി പഠിക്കാം. ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ജൂലിയസ് സീസറിന്റെ സമയത്തുള്ള റോം ഹിസ്റ്ററി. സോ ജൂലിയസ് സീസർ വാസ് എ ഫേമസ് ജനറൽ, റൈറ്റ്? എൻറ്റയർ റോമൻ എംപയറിനെ ഫോളോ ചെയ്തെടുത്ത ആളാണ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ ഗ്രീക്സിനെ അറ്റാക്ക് ചെയ്ത് ഗ്രീക്ക് പിടിച്ചെടുത്തപ്പോൾ ഗ്രീക്കിന്റെ ക്യാപിറ്റലായ ഏതൻസിൽ ജൂലിയസ് സീസർ പോയപ്പോൾ ഒരു സംഭവമുണ്ട്. അത് പുള്ളിനെ കംപ്ലീറ്റ്ലി എന്താ പറയുക എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ സർപ്രൈസ് ചെയ്യാൻ ജൂലിയസ് സീസർ. അതായത് ഹി ഫൗണ്ട് ദി ഗ്രീക്ക് കൾച്ചർ ആൻഡ് മിത്തോളജീസ് മോർ കൾച്ചർഡ് ആൻഡ് സിവിലൈസ്ഡ് ദാൻ ദാറ്റ് ദി റോമൻസ് ഫോളോഡ്. റോമൻ കൾച്ചറിനേക്കാൾ ഒരുപാട് സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഗ്രീക്ക് കൾച്ചർ എന്ന് ജൂലിയസ് സീസറിന് മനസ്സിലായി. അപ്പോൾ ജൂലിയസ് സീസർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രീക്ക് കൾച്ചറിനെ റോമിലേക്ക് കൊണ്ടുവരിപ്പിച്ചു. മീൻസ് ഗ്രീക്ക് കൾച്ചറിനാണ് ഏറ്റവും നല്ലത്, റോമൻ കൾച്ചർ ഇസ് ദ വേസ്റ്റ് എന്ന് പറഞ്ഞ് ഗ്രീക്ക് കൾച്ചർ ഫോളോ ചെയ്യാൻ എല്ലാ റോമൻസിനോടും ജൂലിയസ് സീസർ ആവശ്യപ്പെട്ടു. ആ ഒരു ഗ്രീക്ക് മിത്തോളജി ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ പുതിയ ദൈവങ്ങളും റോമൻസ് ഉണ്ടായി തുടങ്ങി. ഗ്രീക്സിനെ സംബന്ധിച്ച് അവരുടെ ഗോഡ് ഓഫ് വാർ ആയിരുന്നു ഏരീസ് എന്ന് വിളിക്കും. പക്ഷെ അതേ കോപ്പിയടി റോമൻ ചെയ്തില്ല, പകരം ചെറിയൊരു വ്യത്യാസം വരുത്തി അതിനെ മാർസ് എന്ന് വിളിച്ചു. സോ റോമൻസിന്റെ ഗോഡ് ഓഫ് വാർ ആയിരുന്നു മാർസ്. അപ്പൊ അതും ഈ പ്ലാനറ്റ് മാർസിന് പേരിടും തമ്മിൽ എന്താ ഒരു കണക്ഷൻ ഉള്ളത്? അതറിയാൻ വേണ്ടി ഗാലീലിയോ ഗാലീലിയുടെ ബർത്തും കൂടി നമ്മൾ അറിയണം. ഗാലീലിയോ ഗാലീലി വാസ് ബോൺ ഇൻ പിസ. ഈ പിസ അല്ല, PISA. Pisa is basically a place in Italy, and Italy was the capital of the Roman Empire during that time. Julius Caesar ഭരണ സമയത്ത്. അപ്പോ eventually ഗാലീലിയോ ഗാലീലിക്ക് കുറച്ച് റോമൻ ഹിസ്റ്ററീസും മിത്തോളജീസ് ഒക്കെ അറിയാം. ഗോഡ് ഓഫ് വാറിനെ സിംബലൈസ് ചെയ്യുന്ന കളർ റോമൻസിന് അക്കോർഡിംഗ്ലി
റെഡ് കളറാണ്. ആൻഡ് പ്ലാനറ്റ് റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗാലീലിയോ ഗലീലി അതിന് മാസ് എന്ന് പേര് വിളിച്ചു. ഗാലീലിയോ ഗലീലി എന്തുകൊണ്ടാണ് അദ്ദേഹം കണ്ടുപിടിച്ച സ്മോൾ റെഡ് പ്ലാനറ്റിന് മാസ് എന്ന് വിളിച്ചത് എന്നതിന്റെ പുറകെ റീസൺ ഒക്കെ നമ്മൾ മനസ്സിലാക്കി. And now it's time for the next question. And the next question is, what is the reason behind the reddish appearance of Mars? The reason is quite simple. It is due to the presence of iron oxide on the Martian surface. Mars's surface iron oxide presence high ആയതുകൊണ്ട് മാത്രമാണ് Mars planet നമുക്ക് red ആയിട്ട് കാണുന്നത്. So that's all. Now the major three questions that we were waiting for long. Number one, was there life existing on Mars? Number two, is there life existing currently on Mars? And third, can we live on Mars in the future? ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലൂടെ was there life existing on Mars? പലർക്കും പല ആൻസേഴ്സ് ആയിരിക്കും അല്ലേ? The real answer is yes, there was life existing on Mars. Exactly പറഞ്ഞു കഴിഞ്ഞാൽ 4.5 billion years ago there was life existing on Mars. ഈ 4.5 billion years ago ന്റെ ഒരു ഡ്യൂറേഷൻ എന്തോരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഏർത്തുമായിട്ടൊന്ന് സിംപ്ലി കമ്പയർ ചെയ്തു. ഏർത്തിൽ ആദ്യത്തെ ലിവിങ് എക്കോസിസ്റ്റം ഉണ്ടാകുന്ന സമയത്ത്, അതായത് നമ്മൾ ഇന്ന് ഇപ്പൊ കാണുന്ന ഏർത്ത് എങ്ങനെയാണ് അത് ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് മാർസിൽ ലൈഫ് ഉണ്ടായി. അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ്. നമ്പർ വൺ എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the Mariner 9 project by NASA. It was basically launched on May 30 of 1971. അതിനോട് ചേർന്നിട്ടുള്ള ഒരു റോവർ പ്രോജക്റ്റ് ആയിരുന്നു വൈക്കിംഗ് പ്രോജക്റ്റ്. And Viking project successfully landed on the surface of Mars. And what it found was river beds. And the river beds Mars at the surface of the Earth. And the Viking project was an innovative project in space exploration. Viking project was the first project to land a spacecraft or a space rover successfully on the surface of any planet ever since. And അതിനുശേഷം അപ്പോൾ അവിടെ റിവർ ബെഡ്സ് വൈക്കിംഗ് പ്രോജക്റ്റ് കൊണ്ടുപിടിച്ചു. അവിടെ കൊണ്ട് കഴിയുന്നില്ല നമ്മുടെ എവിഡൻസസ് പ്രൂഫ്സ്. രണ്ടാമത് 1996 അന്റാർട്ടിക്കയിൽ അമേരിക്കൻ സയന്റിസ്റ്റ് ഫൗണ്ട് meteorites, and those meteorites were from Mars. And those meteorites, the carbon dating നടത്തിയപ്പോഴത്തേക്കും അതിന് 12,000 years of പഴക്കം ഉണ്ടെന്ന് മനസ്സിലായി. And those collided on Earth 12,000 years ago. അതാണ് അത് പറയുന്നത്. And it contained fossils of algae, bacteria, etc. So, what does it imply? There was some sort of life on Mars. And അവിടെ കൊണ്ട് കഴിയുന്നില്ല. പിന്നീട് അതിനുശേഷം 2008 നാസയുടെ തന്നെ പ്രോജക്റ്റ് ആയ ഫിനിക്സ് ലാൻഡർ, it found ice on the surface of Mars. Ice കണ്ടുപിടിച്ചു. ഇനി ഒരു എക്കോസിസ്റ്റം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് എന്താണ്? ഇറ്റ് ഈസ് വാട്ടർ, റൈറ്റ്? അതും കണ്ടുപിടിച്ചിട്ടുണ്ട്. 2011 നവംബർ 26 നാസ ലോഞ്ച് ചെയ്ത പ്രോജക്റ്റ് ആയത് ക്യൂരിയോസിറ്റി പ്രോജക്റ്റ്. അതിന്റെ ചേർന്നിട്ടുള്ള ഒരു റോവറാണ്, അതിന്റെ പേര് ക്യൂരിയോസിറ്റി റോവർ എന്ന് കൂടി. അത് സെപ്റ്റംബർ 27 of 2012 മാർസിന്റെ സർഫസിൽ ലാൻഡ് ചെയ്തു. ആൻഡ് അത് ഒരുപാട് ട്രാവൽ ചെയ്തു. When it reached a crater, and the name was Gale Crater, and it found, surprisingly, the presence of water on the surface of Mars. അവിടെ വെള്ളവും കണ്ടുപിടിച്ചു. നേരത്തെ റിവർ ബെഡ്സ് ആണ് കണ്ടുപിടിച്ചത് 1971. 2012 ആയപ്പോഴത്തേക്കും it found presence of water. So, is this enough for explaining that there was life existing on Mars? ഇതുകൊണ്ടും ആയില്ല. USSRന്റെ ഒരു പ്രോജക്റ്റ്, it also found minerals on the surface of Mars as well. അപ്പോൾ ഇതെല്ലാം പറയുന്നത് there was life existing on Mars. Even we got fossils which contain life, ecosystem. Now it's time for moving to the second question. Is there life currently existing on Mars? The answer is no. There are traces of existed life. പണ്ടത്തെ ലൈഫിന്റെ ട്രേസസ് മാത്രമേ ഇന്ന് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം മാർസിന്റെ അറ്റ്മോസ്ഫിയർ വളരെ തിന്നാണ്. തിൻ മീൻസ് ഇറ്റ് ഈസ് റിയലി വൾനറബിൾ ടു റേഡിയേഷൻസ്. സോ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് മുതൽ മറ്റെല്ലാ റേഡിയേഷൻസും അതിൽ ജീവിക്കുന്ന
അതിലുള്ള fight the last chance of survival കൂടിയിട്ടാണ്. And its atmosphere is containing 96% of carbon dioxide. Its crust is too hot. And next, it is containing methane and just 0.13% oxygen. And this is all what it contains. It is just a deserted red land. Now this is what scientists say about it. So currently there is no existence of life in Mars. So now it's time for the final question. Can we live on Mars? Or can we settle on the Martian surface? Well, the processes are ongoing. However, NASA has announced that similarly they have done on July 20th of 1969 by landing the first man on the surface of Moon. By the year 2033, they will be landing the first women on the surface of Mars. Very interesting, right? And the name of the girl, I mean currently she is just a girl, she is 17 years old. By 2033 she will become a woman. The name is Alyssa Carson, who is from California, US. She is really interested in space exploration. That is the reason why NASA has selected her. And it's not only NASA. There are several other private companies who are interested in it. Mars exploration. So, which are the companies? നമ്മളെല്ലാവരും ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ആമസോണിൽ പർച്ചേസ് ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാവത്തില്ല. അങ്ങനെയാണെങ്കിൽ Jeff Bezos, the CEO of Amazon, he will be familiar to all of us, right? Jeff Bezos, the richest man in the world, is not only the CEO of Amazon, but also he is the CEO of a space exploration company called as Blue Origin, which is also aiming to colonize Mars. If they are aiming to colonize Mars, that means they wanted to settle on Mars, they wanted to create human race on Mars. So that is what his interest is. Well, there is another guy whose name is Elon Musk. നമുക്കെല്ലാവർക്കും ടെസ്ല കാർ US കമ്പനിയാണ്. And Tesla cars is basically the world's most efficient electric car. അതിന്റെ CEO ആയ Elon Musk, he is also in the same venture, and he is owning a space exploration company. We can call it as a Mars exploration company, whose name is SpaceX. SpaceX ഇപ്പോൾ ഈയിടെയായിട്ട് ഫെമിലിയർ ആയിരിക്കും നമുക്കില്ലാത്ത, കാരണം റീസെന്റ് രണ്ട് ലോഞ്ചുകൾ സ്പേസ് എക്സ് നടത്തി കഴിഞ്ഞു, രണ്ടും സക്സസ്ഫുൾ ആണ്. ഫസ്റ്റ് ലോഞ്ച് വാസ് ഹാവിംഗ് their rockets, Falcon rockets, അതാണ് പേര്, to be launched from the surface of Earth, going to the space, returning back from the space vertically to the ground. So it was basically a turning point in space exploration. Second, space excavation നടത്തിയത് ഈ റീസെൻ്റ്ലി ആണ്, 2-3 ദിവസം മുമ്പ്. അവർ സക്സസ്ഫുള്ളി അവരുടെ റോക്കറ്റ് which included humans has been launched from the Earth, and it will be revolving around the Mars for 2 to 3 years, and they will be researching on everything, and then finally the Mars tourism will begin. And Elon Musk is basically interested he's not interested in basically colonizing Mars, rather he wanted to start a Mars tourism. Now let me introduce the third person, who is also an American, whose name is Richard Branson. He may not be that familiar because he's not as rich as Elon Musk and Jeff Bezos. Elon Musk is basically the 5th richest man on the world. Jeff Bezos is the 1st richest man in the world. And this person is not that rich, but he's also owning a space exploration company, which is also having the same interest as Elon Musk's SpaceX, which is interested in Mars tourism. Now, Virgin Group of company, that is the name of Richard Branson's company. Virgin Group basically operates airlines in every type of businesses involved in tourism. Now they are running Virgin Galactics, their space tourism company, which is interested in space exploration, basically Mars exploration. And their prototypes are set, and it is also functioning well.
So he's also saying that by 2033 he'll be starting Mars exploration or Mars tourism basically. So these three billionaires and NASA, all together four, striving together to start Mars exploration. So probably we can say that by 2033, leave it. We can say that by 2040 at least, no, at most, we can live on Mars. So thank you for listening.